Yo guys, this is Milan and welcome back to my channel. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ഐഫോണിൽ വീഡിയോസൊക്കെ കംപ്രസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ഒരു അടിപൊളി കിണ്ണങ്കാഴ്ച ശരിക്കും വർക്ക് ചെയ്യുന്ന ഒരു കംപ്രസിങ് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പം ഇതാണ് കംപ്രസർ എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ കംപ്രസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വാട്സാപ്പിലോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഒരു വീഡിയോ ഷെയർ ചെയ്യുന്ന സമയത്ത് ഹയർ ഫയൽ സൈസ് ഉള്ള വീഡിയോസൊക്കെ ആണെങ്കിൽ നമുക്ക് കംപ്രസ് ചെയ്ത് ക്വാളിറ്റിയിൽ വലിയ കുറവുകളില്ലാതെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പം അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ആ ബെൽ ഐക്കൺ ബട്ടണും നിങ്ങൾ മറക്കാതെ എനേബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആപ്പിൾ മലയാളം ഒഫീഷ്യൽ എന്നാണ്. അത് ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ പോയി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും മറക്കാതെ ഫോളോ ചെയ്യുക. So without any further ado, let's roll the video. അപ്പം നമ്മുടെ ഈ ഒരു കംപ്രസർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പം നിങ്ങൾക്ക് അവിടെ കാണാം നമ്മുടെ ലൈബ്രറി ഫെച്ച് ചെയ്യുന്നത്. ലൈബ്രറി പോയി നമ്മുടെ വീഡിയോ ഫയൽസ് എല്ലാം ഫെച്ച് ചെയ്തെടുക്കും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ഓരോ വീഡിയോസും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏതൊക്കെ സൈസിലുള്ള അല്ലെങ്കിൽ ഓരോ വീഡിയോസിനും എത്രയൊക്കെ സൈസ് ഉണ്ടെന്നും കൃത്യമായിട്ട് അതിൻ്റെ മേലിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ആ ചുമല കളറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു വീഡിയോ സെലക്ട് ചെയ്തു. അപ്പോൾ ആ വീഡിയോ ആണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 233 MB ആണ്. ഇത് നമുക്ക് ഡയറക്റ്റ്ലി വാട്സാപ്പിലൊക്കെ ഷെയർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇമ്പോർട്ട് കൊടുത്തു. ഇമ്പോർട്ടിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇത് ആഡ് സപ്പോർട്ടറാണ്, അതുകൊണ്ട് ആഡ് പോപ്പപ്പ് വരും. അപ്പോൾ അത് നിങ്ങൾ പ്രതീക്ഷിച്ചേ ഉള്ളൂ ഇത് ചെയ്യാവുള്ളൂ. അതിനകത്ത് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് പ്രീസെറ്റ് എന്ന് പറഞ്ഞ ഒരു പിങ്ക് കളറിൽ ചെറിയൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ പ്രീസെറ്റുകൾ കുറച്ച് എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഫുൾ HD, അതായത് 1080p വീഡിയോ സൈസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അതിൽ സെലക്ട് ചെയ്യാം. ഇപ്പം ഓൾറെഡി സെലക്ട് ആയി കിടക്കുന്നത് HD, അതായത് 720p വീഡിയോ സൈസിലാണ്. അതിന് തൊട്ട് താഴെ 480p, അതായത് നമുക്കറിയാം വാട്സാപ്പിലൊക്കെ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോടെ കാണാൻ പറ്റുന്ന ഒരു ഫോർമാറ്റാണ് 480p. അതിലും താഴെയാണ് 360p. അപ്പോൾ ഇതുപോലെ കുറച്ച് പ്രീസെറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഫുൾ HD ടാപ്പ് ചെയ്തു. ഇത് ഓൾറെഡി ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഫുൾ HDയിലാണ്. ഇനി കംപ്രസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന സൈസ് എത്രയാണെന്നുള്ളത് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ HDയിൽ കംപ്രസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഫയൽ സൈസ് എന്ന് പറയുന്നത് 233 ഫയൽ സൈസ് ഉള്ള ആ വീഡിയോനെ 93 MB ആക്കും. അതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് ടോപ്പിൽ. അതായത് 233 MB ഫയൽ സൈസിനെ വെറും 93 MB സൈസിലേക്ക് ആക്കും. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ബിറ്റ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഒരു സ്ലൈഡർ ഇവിടെ അവർ വെച്ചിട്ടുണ്ട്. ആ ബിറ്റ് റേറ്റ് അനുസരിച്ച് മാറുന്നതനുസരിച്ച് ഇതിൻ്റെ ഫയൽ സൈസും കൂടും. നിങ്ങൾക്ക് അവിടെ നോക്കി അറിയാം. അപ്പോൾ ഞാൻ ഈ ഒരു സ്ലൈഡർ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുമ്പം ബിറ്റ് റേറ്റ് കൂടും. അതനുസരിച്ച് അതിനകത്ത് ഫയലിനകത്ത് ചേഞ്ച് വരും. അവിടെ ഇപ്പം 157 MB ആയി. 233 MBനെ 153 MB ആക്കി. ഇനി ഞാൻ ബിറ്റ് റേറ്റ് ഒന്ന് കുറയ്ക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് ഇനിയും കുറയ്ക്കാം. 89 ആയി. ഇനി തീരെ ബിറ്റ് റേറ്റ് കുറച്ച് വെക്കുവാണെങ്കിൽ വെറും 40 MBക്ക് നമുക്ക് ഈ ഒരു വീഡിയോ കംപ്രസ് ചെയ്യാൻ പറ്റും. പക്ഷേ ബിറ്റ് റേറ്റ് കുറയുമ്പം ഈ വീഡിയോസിനകത്തെ ഡീറ്റെയിൽസ് അതേപോലെ കളറ് കാര്യങ്ങളൊക്കെ കുറവ് വരും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 90 മുമ്പ് നമ്മൾ ആദ്യം കണ്ട ആ സൈസ് എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലാത്ത ഒരു ബിറ്റ് റേറ്റ് ആണ്. അതാണ് ഏറ്റവും മേളിൽ 3.4 MB/s ബിറ്റ് റേറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും. അപ്പം നമുക്ക് വാട്സാപ്പിലൊക്കെ ഷെയർ ചെയ്യാൻ 100 MB സൈസിന് താഴെ മതി. അപ്പോൾ ഏത് കൂടിയ വീഡിയോസും നമുക്കിങ്ങനെ സൈസ് കുറച്ച് ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി വൺസ് നമ്മൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്കിവിടെ കംപ്രസ് എന്ന് പറഞ്ഞ ഒറ്റ ബട്ടൺ ഉണ്ട്. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ കംപ്രസ് ചെയ്യും. ആക്യുറേറ്റ് ആയിട്ട് കൃത്യമായിട്ട് കംപ്രസ് ചെയ്യുന്നതാണ്. അപ്പം ഫയൽ സൈസും കൂടുന്നതനുസരിച്ചും കംപ്രഷൻ്റെ റേറ്റ് അല്ലെങ്കിൽ സമയം ഡ്യൂറേഷൻ കൂടും. അപ്പോൾ നമുക്കൊരു 1 GB അല്ലെങ്കിൽ 2 GB സൈസുള്ള ഒരു ഫയലാണെങ്കിൽ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ സമയത്തിന് വ്യത്യാസം വരും. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്രഷൻ ഫുള്ളായി. പിന്നെയും ആഡ് പോപ്പപ്പ് വരും. അപ്പോൾ ഇത് വൺസ് നമ്മുടെ കംപ്രഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്കിവിടെ ഷെയർ കംപ്രസ്ഡ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ഡിലീറ്റ് ഒറിജിനൽ വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ന്യൂവിൽ ടാപ്പ് ചെയ്യുവാണെങ്കിൽ പുതിയ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ പ്രത്യേകം സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഫോട്ടോസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ആ ഒരു വീഡിയോ. ഇനി ആ ഒരു വീഡിയോയുടെ ഫയൽ സൈസ് നമുക്കൊന്നും കൂടെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ എടുക്കുക. അതിന് ഷെയർ ഷീറ്റ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ താഴെ പോയി ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഫയൽ സൈസ് 90 MB. നമ്മൾ 90 MBയുടെ ആ ഫയൽ സൈസ് ആയിരുന്നു ചെയ്യുന്നത്. അത് നമുക്ക് അതേപോലെ തന്നെ ഇൻഫർമേഷൻസ് എല്ലാം കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീഡിയോസ് നമ്മുടെ ഐഫോണിൽ കംപ്രസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ആ ബെൽ ഐക്കൺ ബട്ടണും മറക്കാതെ എനേബിൾ ചെയ്യുക. സോ വൺസ് അഗെയിൻ, ദിസ് ഈസ് മീ Milan. Catch you guys in the next video. Till then, peace out.